ചന്ദ്രനി ദേവരായ സർ. ഹലോ ദേവരായ സർ. ഞാൻ ആകെ താഴെ വീഴുന്ന ഒരു അവസ്ഥയിലാണ് മിസ്റ്റർ ഗോപൻ. എന്തു പറ്റി സർ? പറ്റിയത് എന്താണെന്ന് അറിഞ്ഞാൽ താൻ എന്നെ കൊല്ലും. കാര്യം പറയൂ സർ. ആ ഉടവാള് കളവ് പോയി ഗോപൻ. വാട്ട്? നിങ്ങൾ എന്റെ കയ്യിൽ കൊണ്ട് എന്നെ ഏൽപ്പിച്ച ഉടവാള് മോഷണം പോയിന്ന്. നിങ്ങൾ എന്ത് മര്യാദകളാണ് മിശ്രീ സംസാരിക്കുന്നത്? വാള് മോഷണം പോയെന്നോ? വാള് മോഷണം പോയിന്ന് ഞാൻ പറഞ്ഞത് 100% സത്യമാണ്. എനിക്കിട്ട് പണിയരുതേ. തിരിച്ച് 8ന്റെ പണി വരെ എനിക്കറിയാം. എനിക്കെന്റെ കാശിങ് തന്നാ മതി. ഇല്ലെങ്കിൽ വാള് മോഷണ കേസിൽ തന്നെ ഞാൻ അകത്താക്കും. നീ എനിക്കിട്ടു. ചെമ്പകമംഗലത്തെ വാള് മോഷ്ടിച്ചുകൊണ്ട് നീ ഇവിടെ വന്ന് കയറിയത് ഇവിടത്തെ CCTV ഫുട്ടേജിലുണ്ട്. വച്ചിട്ട് പോടാ പുല്ലേ. ഹലോ ഹലോ. ചതിക്കപ്പെട്ടില്ല ഈശ്വര. ആ സാവിത്രിയോട് ഞാൻ എന്തു പറയും? ഹലോ, കപാലഗുരു തിരുവടികളാണ്. ആ ഗുരുവേ പറയ്. എന്തായി കാര്യങ്ങള്? ആ വാള് കൈ കിട്ടിയോ? ഒരു മിസ്റ്റേക്ക് പറ്റിപ്പോയി ഗുരുവേ. ആ വാളെന്റെ കയ്യിൽ വന്നതാ, പക്ഷെ അത് ഡ്യൂപ്ലിക്കേറ്റ് ആയിപ്പോയി. ഡ്യൂപ്ലിക്കേറ്റ് കൊണ്ടുപോയി ഷോക്കേസിൽ വെക്കേ. ചെമ്പകമംഗലത്തെ ഒറിജിനൽ വാള് കിട്ടുമോന്ന് എനിക്കറിയേണ്ടത്. ഉടൻ തന്നെ ഒറിജിനൽ വാള് എന്റെ കയ്യിലേക്ക് വരും ഗുരുക്കളെ. അത് നിന്റെ കയ്യിൽ വരാനുള്ള പണി ഞാനിവിടെ ചെയ്തോളാം. ആ, അത് ഗുരു ചെയ്തോ. എന്തായാലും ആ വാള് എന്റെ കയ്യിൽ തന്നെ വരും. ഇനി മറ്റാരുമായി യാതൊരു ഇടപാടുമില്ല. ആ വാള് ഗുരുവിന് തന്നെ തരും. വേറെ ആരുമായിട്ടാ നിനക്ക് ഇടപാടുണ്ടായിരുന്നത്? അങ്ങനെയൊന്നുമില്ല. ഞാൻ വെറുതെ പറഞ്ഞേ ഉള്ളൂ. നീ എന്തോ എന്നിൽ നിന്നും മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒരാപത്ത് നിന്നെ വലയം ചെയ്യുന്നതായി ഞാൻ എന്റെ 6ാം ഇന്ദ്രിയത്തിലൂടെ തിരിച്ചറിയുന്നു. അതിൽ ചെന്ന് ചാടാതിരുന്നാൽ നിനക്ക് നല്ലത്. അതൊന്നും ഉണ്ടാവില്ല. വാളുമായിട്ട് ഞാൻ ഗുരുവിന്റെ അടുത്ത് തന്നെ വന്നെത്തും. വന്നാൽ നിനക്ക് തന്നെ നല്ലത്. ഞാനിനി എന്ത് ചെയ്യേണ്ട ഈശ്വര? ഈ അന്യനാട്ടിൽ കിടന്ന് മരിക്കേണ്ടി വരും. രാമേട്ട ധൈര്യമായിട്ടിരിക്കും. ഈ സാവിത്രിയാ പറയുന്നത്. എന്റെ രാമേട്ടന്റെ പ്രശ്നം ഞാൻ പരിഹരിക്കും. ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്തിനാ? ഹലോ അനന്തഗോപൻ. മാഡം, ഒരു ഷോക്കിംഗ് ന്യൂസ് പറയാനാണ് ഞാനിപ്പോ വിളിച്ചത്. ഷോക്കിംഗ് ന്യൂസോ? എന്താ അനന്തഗോപൻ? മാഡം, ഞാനതെങ്ങനെ പറഞ്ഞു വിഷമിക്കാം മാഡം. നിങ്ങൾ വിഷമിച്ചിട്ട് എന്താ കാര്യം? മാഡം, ഞാൻ അറിയേണ്ട വിഷയമാണെങ്കിൽ നിങ്ങൾ എന്നെ അത് അറിയിച്ചല്ലേ പറ്റൂ. മാഡം അറിയേണ്ട കാര്യം തന്നെയാണ്. മാഡമാണ് അത് അറിയേണ്ടത്. എങ്കിൽ നിങ്ങൾ അതൊന്ന് പറയ്. മാഡം, അത് പിന്നെ എന്നെ ഇട്ടിങ്ങനെ തീ തീറ്റിക്കാതെ നിങ്ങൾ കാര്യം പറ മനുഷ്യ. മാഡം, ആ വാള് കൈമോശം വന്നുപോയി. എന്ത് മര്യാദകളാണോ താനി പറയുന്നേ? താനെന്നെ പറ്റിക്കാൻ നോക്കാണോ? അല്ല മാഡം, ഞാൻ തമാശയല്ല മാഡം പറയുന്നത്, സത്യമാ. ആ വാള് എന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. എടോ, കോടിക്കണക്കിന് രൂപ വിലയുള്ള വാളാ ഞാൻ തന്നെ ഏൽപ്പിച്ചത്. ഒന്നുകിൽ എനിക്ക് ആ വാള് കിട്ടണം, അല്ലെങ്കിൽ എനിക്ക് അതിന്റെ പണം കിട്ടണം. മാഡം, എടോ ഉണക്ക വക്കീലേ, എന്നെ ചതിക്കാനാ താൻ പ്ലാൻ ചെയ്തിരിക്കുന്നെങ്കിൽ തന്നെ ഞാൻ വെറുതെ വിടില്ല. ചെമ്പകമംഗലത്തെ സാവിത്രി തനിക്ക് ശരിക്കറിയില്ല. വഞ്ചിക്കാനാ ഭാവമെങ്കിൽ ഞാനൊരു ഭദ്രകാളിയായിട്ട് മാറും. കുരുവാളിന് ദാരികനെ അരിഞ്ഞതുപോലെ തന്നെയും ഞാൻ അരിയും. നാളെ എനിക്കെന്റെ വാള് കിട്ടണം, ഇല്ലെങ്കിൽ പണം.
മനസ്സിലായടോ? ഹലോ മാഡം, ഹലോ. ശ്ശേ. ഞാൻ ആരാണെന്ന് അവനറിയില്ല. ഇതാണ് ചെമ്പകമംഗലത്തെ ഒറിജിനൽ ഉടവാൾ. സാവിത്രി അങ്ങനെ അങ്ങ് വെട്ടിയാക്കാന്ന് കരുതിയോ വക്കീലെ നീ? ഇന്ദ്രജയുടെ ആളല്ലേ നീ? ഇതല്ല, ഇതിനപ്പുറമുള്ള കളി നീ നടത്തുമെന്ന് എനിക്കറിയായിരുന്നു. വാള് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ എനിക്ക് പരാതിപ്പെടാനൊക്കില്ലല്ലോ. ഞാൻ മോഷ്ടിച്ചതാണെന്ന് വരില്ലേ? അപ്പോ നിന്നേക്കാളും വലിയൊരു കളി കളിക്കാന്ന് ഞാനും അങ്ങ് തീരുമാനിച്ചു. നീയും നിന്റെ ഒരു ഇന്ദ്രജയും. ഒറിജിനൽ വാള് എന്റെ കയ്യിൽ തന്നെ. ഇത് വിറ്റ് ഞാൻ പണമാക്കും. ഞാനൊരു കോടീശ്വരിയാവും. സാവിത്രിയെ തള്ളി പറഞ്ഞവരെയൊക്കെ സാവിത്രി വരച്ച വരയിൽ നിർത്തും.